പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരാഴ്ചയിൽ കൂടി ഈ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇതുവരെയും നമ്മളെ കർത്താവ് കാത്തുപരിപാലിച്ചു. ഈ ലോകത്തിൽ ജീവനോടെ ഇരിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചു. ഇതെല്ലാം വലിയ ദൈവകൃപയെന്നല്ലാതെ മറ്റെന്താ പറയാനുള്ളത്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരു ദിവസം നമ്മൾ നിനയാത്ത നാഴികയിൽ നമ്മൾ ഈ ലോകം വിട്ട് പോകും. അപ്പോൾ നമ്മൾ എപ്പോൾ ഇവിടെ നിന്ന് മാറ്റപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മൾ നിശ്ചയമായും ഒരു ദിവസം മരണത്താൽ ഈ ലോകത്ത് മാറ്റപ്പെടും. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് ശരിക്കും മനസ്സിലാക്കുന്നത് എത്ര നല്ലതാണ്. ജീവിതത്തിൽ ആരും കൂടുതൽ ചർച്ച ചെയ്യുവാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്തൊരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇത് വളരെ വിലപ്പെട്ടൊരു സത്യമല്ലേ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയൊരായുസ് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളത് അറിയുന്നത് എത്ര നല്ല കാര്യമാണ്. അല്ല, നമ്മൾ അറിയാതെ പോയാൽ അതിനുണ്ടാകുന്ന നഷ്ടം, തീരാ നഷ്ടം, അത് നിത്യത്തിലേക്കുള്ള ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പം ഇന്ന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മരണവും മരണാനന്തര ജീവിതവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ മരണം വഴിയായി ഈ ലോകത്ത് മാറ്റപ്പെട്ടു. അവരെല്ലാവരും എങ്ങോട്ടാണ് പോയത്? മരിച്ചു പോയെന്നാ പറഞ്ഞത്. മരിച്ചു പോയി. എങ്ങോട്ട് പോയി? മരണാനന്തരം എന്താണ്? അല്ല, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നറിയുന്നത് എത്ര നല്ല കാര്യമാണ് അല്ലേ? ഈ മരണത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കാൻ പോലും ഭയപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം, മരണഭയം, അത് മനുഷ്യനെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾ എത്രയെല്ലാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് നനയാത്ത നാഴികയിൽ ഈ മരണം നമ്മളെ കടന്നു പിടിക്കും. കാരണം അതൊരു ദൈവീക നിയമനമായിട്ടാണ് തിരുവചനം പറയുന്നത്. കാരണം എബ്രായലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നതെന്നാണ്. ഇത് ദൈവത്തിന്റെ നിയമനമാണ്. ദൈവം നിയമിച്ചതാണെങ്കിൽ മനുഷ്യൻ മരിച്ചേ പറ്റൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും എത്രയെല്ലാം ഈ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാലും ഒരു ദിവസം നമ്മൾ മരിക്കും. എന്നാൽ തിരുവചനം പറയുന്നത് മരണം ഒരിക്കലും അവസാനമല്ല. നമുക്കറിയാം, മരണം എന്നുള്ളത് നിത്യതയുടെ ആരംഭമാണ്, അതിൻ്റെ ആദ്യ പടിയാണ്. അതിനുശേഷം നിത്യതയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സത്യം ഗ്രഹിക്കണം. അപ്പം മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എങ്ങനെ യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു നിത്യത പ്രാപിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ തിരുവചനം നമ്മളെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പോയാലോ, ആ നിലയിൽ നമ്മൾക്ക് ഒരു ഒരുക്കം ഇല്ലാതെ പോയാലോ, അതെന്ത് തീരാ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും നമുക്ക് നമ്മുടെ മരണത്തിന് വേണ്ടി തന്നെ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കുകയും ചെയ്യാം. കാരണം നമ്മൾ ഒരു ദിവസം ഈ ലോകത്ത് മാറ്റപ്പെടും. എങ്ങോട്ട്? രണ്ട് നിത്യതയാണ്. ഒന്നെങ്കിൽ നിത്യമായ സ്വർഗം, ദൈവത്തോടു കൂടെയുള്ള വാസം, ഇല്ലെങ്കിൽ നിത്യമായ നരകം, പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. ദൈവം ഒരിക്കലും മനുഷ്യന് വേണ്ടി നരകം ഒരുക്കിയിട്ടില്ല. എന്നാൽ കർത്താവിനെ അനുസരിക്കാതെ, കർത്താവിൽ വിശ്വസിക്കാതെ, കർത്താവ് ഒരുക്കിയ ഈ രക്ഷയെ സ്വന്തമാക്കാതെ നമ്മൾ ജീവിച്ചാൽ അവരും
പാപത്തിൽ മരിച്ച് ആ നിത്യാഗ്നിയിൽ ചെല്ലുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ഈ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കേണ്ടത് വലിയ നമ്മുടെ ഒരു കർത്തവ്യമാണ്. കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയൊരായുസ് അത് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ വേണ്ടി തന്നിരിക്കുന്ന സമയം. ഇത് ഒരു ദൈവ പൈതലിന് ദൈവം തൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായും വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങളൊന്നും ഒട്ടും നമുക്ക് പാഴാക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളും നമ്മൾ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഓരോ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിവിടെ ഏതെങ്കിലും നിലയിൽ ലാപ്രവായി ചെയ്ത് നമ്മളൊരു അതിനെ ഗൗരവം കൊടുക്കാതെ നിസ്സാരമായി കണ്ട് ജീവിച്ചാൽ അവിടെ എല്ലാം പാപമുണ്ടാവും. കാരണം റോമാലേഖനം 6:23 ആദ്യ ഭാഗത്ത് വായിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണം എന്നാണ്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. അതുകൊണ്ട് എല്ലാ പാപികളും ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും പാപത്തിലാണ് ജനിച്ചത്. അവർ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ അവർ പാപത്തിൽ മരിക്കാനിടയാത്തീരും. എന്നാൽ നമുക്ക് പാപത്തിലല്ലാതെ ക്രിസ്തുവിൽ മരിക്കുന്ന ഒരനുഭവമുണ്ട്. അത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മരണം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മളൊന്ന് ശരിയായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, ജീവൻ വാഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്താണ് മരണത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് തന്നെ ദൈവമാണ്. അതാണ് ഒന്നാമത്തെ പ്രവചനമായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വായിക്കാം. അത് ദൈവം തന്നെ ജീവൻ വാഴുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ആദാമിനോട് പറഞ്ഞ കാര്യമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യമാണ്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നോക്കുക, തിന്നുന്ന നാളിൽ നീ മരിക്കും. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ മരണം എന്തെന്നറിയില്ല, മരണമെന്നൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം തന്നെ ആദാമിനോട് പറഞ്ഞ കാര്യമാണ്. ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമെല്ലാം നിനക്ക് തിന്നാം, എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലത്തിന്റെ മാത്രം ഫലം തിന്നാൻ പാടില്ല, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് ദൈവം അരുളി ചെയ്തത്. അപ്പോൾ നമുക്കറിയാം പിന്നീട് എന്താ സംഭവിച്ചതെന്ന്. ആ തോട്ടത്തിൽ ഹവ്വായുടെ അടുക്കൽ പാമ്പിലൂടെ പിശാച് വന്ന് അവളെ പ്രലോഭിപ്പിച്ച് ആ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നുവാൻ പ്രോത്സാഹിപ്പിക്കുകയും അവൾ അത് തിന്നുകയും ഭർത്താവിന് കൊടുക്കുകയും അങ്ങനെ ആദാമും തിന്നു. അങ്ങനെ അവർ അനുസരണക്കേട് കാണിച്ച് പാപത്തിൻ്റെ അടിമകളായി തീർന്ന് മരണത്തിൻ്റെ അടിമകളായി തീരുവാനിടയിൽ ചെന്നു. നോക്കണം, എത്ര ഭയങ്കരമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന മരണം? അപ്പോൾ അവരോട് പറയുന്നത് അന്ന് നീ മരിക്കുമെന്നല്ലേ? അപ്പോൾ ആ ദിവസം തന്നെ ആദാം മരിച്ചോ? ഒരു നിലയിൽ ശാരീരിക മരണം അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ ഉണ്ടായ മരണം ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലുണ്ടായ വീഴ്ച, അകൽച്ചയാണ്. അപ്പോൾ ഈ മരണം എന്ന് പറയുമ്പോൾ തന്നെ അതിനെ നമ്മളൊന്ന് ശരിയായ നിലയിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ ഈ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്നും അകൽച്ചയാണ്, ദൈവത്തിൽ നിന്നും അകന്നു പോവുക, ദൈവത്തിൽ നിന്നും വേർപെട്ടു പോവുക. അപ്പോൾ അവിടെ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും അവർ അകന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുക. ചിന്തിക്കുക, നമുക്കറിയാം അതിനെയാണ് ഒരു വിധത്തിൽ ആത്മീയ മരണം എന്ന് പറയുന്നത്. ആത്മീയ മരണമുണ്ട്, ശാരീരിക മരണമുണ്ട്,
നിത്യമരണമുണ്ട്. ഇങ്ങനെ 3 നിലയിലുള്ള മരണമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ മരണത്തിൻ്റെ മറ്റനേക വിഭജനങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ വിഷയം നമ്മൾ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും അകന്നു പോകുന്ന ഒരു മരണമാണ് ഏദൻ തോട്ടത്തിൽ ദൈവം അരുളി ചെയ്തതിലൂടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം അവിടെ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെട്ട ജനത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന കാര്യമാണ്. എങ്ങനെയാണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള യാതൊരു കൂട്ടായ്മയും നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കണം, അതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിലേക്ക് മരണം പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ റോമാലേഖനം തന്നെ അതിൻ്റെ 5-ാം അധ്യായം, റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. നോക്കണേ, ഏക മനുഷ്യനാൽ പാപവും. ആ ഏക മനുഷ്യൻ, നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ പാപത്തിന്റെ കാരണം? നമ്മൾ 5-ാം അധ്യായം റോമർ 5:19, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. പറയുന്നതിന് സാരം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായി സകല ആദാമ്യ സന്തതികളും പാപികളായി തീർന്നു, മരണത്തിന് അധീനരായി തീർന്നു. അപ്പോൾ നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോഴത്തേക്കും ബൈബിളിൽ 2 ആദാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആദാമാണ് ഈ പാപം ചെയ്തതെങ്കിൽ ഒടുക്കത്തെ ആദാം എന്ന് വിശേഷിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആദാം, ഇപ്പൊ ഈ ഒന്നാമത്തെ ആദാമിൽ സകല മാനവരാശി ഉണ്ടായിരുന്നു. എന്നിട്ട് ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ഈ 2 പേരിൽ നമ്മൾ എവിടെയാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത്. അപ്പോൾ ആദാമിലുള്ളവരെല്ലാം മരിക്കും. അവർക്കെല്ലാം ഉള്ളത് നിത്യശിക്ഷാവിധിയാണ്, അത് നരകമാണ്. അത് നമ്മൾ അതേ 15-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നുണ്ട്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ഉണ്ടോ. എന്നിട്ട് അടുത്ത ആദാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പോൾ ആദാമിലുള്ളവരാണെങ്കിൽ എന്ന് പറയുന്ന സാരം എന്തുവാ? നാം രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, അല്ല നാം വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ദൈവത്താലുള്ള ആ ജനനം നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പാപത്തിൽ മരിച്ച് നിത്യനരകത്തിലേക്ക് പോകാനിടയിൽ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഇവിടെ മരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്നും നമ്മൾ വേർപെട്ടു പോയിരിക്കുന്നു എന്നുള്ള ആത്മീയമായ മരണമാണ്. നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ 2ാമത്തെ മരണം ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എന്ന്, എബ്രായർ 9:27. അപ്പോൾ അത് ശാരീരിക മരണത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഈ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവും പ്രാണനും വേർപെടുന്ന അനുഭവം. ആ അനുഭവത്തിൽ നമ്മുടെ ശരീരം മണ്ണിലേക്ക് ചേരുന്നു, ആത്മാവ് എന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്,
ഇത് എല്ലാവരും ഭയപ്പെടുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ മരണത്തിനപ്പുറം എന്താണെന്ന് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾക്ക് വെളിപ്പെടുത്തിരുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്, ബൈബിൾ മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മളോട് പറയാൻ കഴിയൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ശരിയാവണ്ണം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തൊരു നഷ്ടമായിരിക്കും. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ ഇതൊന്നും അറിയുവാനോ അതൊന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാനോ തയ്യാറാകുന്നില്ല. ആ നിലയിൽ ശത്രു എന്ത് ചെയ്തു? അവനെ നിത്യതയുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തിയിട്ട് മരണശേഷമുള്ളത് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ അവന്റെ സമയത്തെ അത് നഷ്ടമാക്കുവാനായിട്ട് അവനെ ഉത്സാഹിപ്പിക്കുക. അപ്പോൾ ചിന്തിക്കണം, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ മരണം നമ്മൾ ആ പാപത്തിന്റെ ഫലമായി ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും നമ്മൾ അകന്നുപോയി അവിടെ ഒരു ആത്മീയ മരണം സംഭവിക്കുക. രണ്ടാമത് ദൈവത്തിന് ആയിട്ടുള്ള ബന്ധമില്ലാത്തൊരവസ്ഥ, അതിന് ആത്മീയ മരണം എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ശാരീരിക മരണമാണ്. അത് നമ്മൾ ഈ ജഡത്തിൽ നിന്നും നമ്മുടെ ആത്മാവും പ്രാണനും വേർപെടുന്ന കാര്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മരണത്തെ ജനങ്ങൾ ഭയപ്പെടുന്നു. ഈ ഭയത്തിൽ നിന്നും വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. താൻ ഈ ലോകത്തിൽ വന്നത് തന്നെ മരണഭീതിയിൽ അടിമകളായിരുന്ന ആദാമ്യ സന്തതിയെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതും വായിക്കുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ തന്നെ. എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം വായിക്കുമ്പോൾ, എബ്രായർ അതിന്റെ 2-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം, മക്കൾ ജഡരക്തരോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തരോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നോക്കണേ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്ന് വെച്ചാൽ പിശാച് ഒരു വ്യക്തിയെ കൊല്ലുന്നതല്ല അതിൻ്റെ അർത്ഥം. ഈ മരണത്തിന്റെ അധികാരിയായ പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലുന്നവൻ പിശാചാണെന്നല്ല, പിന്നെയോ മരണത്തിന് കാരണമായ പാപം ചെയ്യിക്കുന്നവൻ അവനാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. മരണത്തിന് അധികാരിയായ മനുഷ്യരെ കൊല്ലുന്നവൻ പിശാചാണെന്നല്ല, പിന്നെയോ മനുഷ്യന് മരണത്തിന് കാരണമാക്കുന്ന പാപം ചെയ്യിക്കുന്നവൻ അവനാണെന്ന്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അങ്ങനെ അവനെ നീക്കുക, അതിനാണ് നമുക്ക് ഈ സത്യസുവിശേഷം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ സുവിശേഷം നമ്മളത് 2 തിമോത്തി 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു എടുത്ത് പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:10, ഇപ്പോഴോ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അച്ഛേതയും വെളിപ്പെടുത്തുകയും ചെയ്ത. അപ്പോൾ മരണം നീക്കിപ്പോകുന്നു എപ്പോൾ? സുവിശേഷത്താൽ. അവിടെ നാം ജീവനിലേക്ക് പ്രവേശിക്കുക. വളരെ വിലപ്പെട്ട ഒരു വലിയ കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ ഈ കേൾക്കുമ്പോൾ, സുവിശേഷം കേൾക്കുമ്പോൾ അതിനെ ഒന്ന് മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ചാൽ അത് എത്ര നന്മയായിരിക്കും, അനുഗ്രഹമായിരിക്കും. ചിന്തിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ മരണഭയത്തിൽ നിന്നും നമുക്ക് വിടുതലുണ്ട്. എപ്പോൾ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ പാപമോചനം, പാപക്ഷമ പ്രാപിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ, അങ്ങനെ ഒരു വ്യക്തി മരണഭയത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. അപ്പം നമുക്കൊരു മരണഭയം കൂടാതെ ജീവിക്കുവാൻ കഴിയുമോ? നിശ്ചയമായും കഴിയുമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് അനേകരും ഈ ദൈവവചനത്തെ വീണ്ടും വണ്ണം ശരിക്കും മനസ്സിലാക്കാതെ, അനുഭവമാക്കാതെ, വീണ്ടും തന്നെ അനുഭവമില്ലാതൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാകുന്നു മനസ്സിലാക്കാൻ. നമ്മൾ ചിന്തിക്കണം.
യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൻ അവൻ മരണത്തെ കണ്ട് അഭിമുഖീകരിച്ച് സന്തോഷത്തോടെ കടന്നു പോകാനിടയെത്തി. അത് ഭക്തന്മാരുടെ എല്ലാം ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവരാരും മരണഭീതിയിലായിരുന്നില്ല. മരിക്കുവാനുള്ള ഒരുക്കം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം പുത്രങ്ങളുടെ വിശ്വാസത്തിലൂടെ അവർ മരണം കടന്ന് ജീവനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് മരണത്തെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നൊരു ആത്മീയ മരണം, രണ്ട് ശാരീരിക മരണം, മൂന്നാമത്തത് നിത്യമരണം എന്ന് പറഞ്ഞാൽ എന്നേക്കുമുള്ള തീപ്പൊയ്കിൽ തള്ളപ്പെടുന്ന ഒരു കാര്യം. അതും കൂടെ ആ വാക്യം, ഞാൻ ഒരു വാക്യം, അനേക വാക്യമുണ്ട്, ഞാനത് പിന്നീട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം, അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഞാൻ വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, തൊഴിൽനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യലത്രേ. അത് രണ്ടാമത്തെ മരണം. അത് രണ്ടാമത്തെ മരണം. നോക്കണം. അപ്പോൾ അത് കാര്യം തന്നെ അതിന് 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലുണ്ട്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവനെയും ഈ തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ എന്റെ പേർ ഇന്ന് ജീവപുസ്തകത്തിലുണ്ടോ എന്നുറപ്പുണ്ടായിരിക്കണം. ഏതെങ്കിലും പള്ളി രജിസ്റ്ററിലോ ഏതെങ്കിലും ഒരു സഭാ രജിസ്റ്ററിലോ പേരുണ്ടോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജീവനെ പ്രാപിക്കുന്നു. അങ്ങനെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ജീവനായി വന്നിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ മരണഭയമില്ല. അതുകൊണ്ട് യോഹന്നാൻ 5:24 പറഞ്ഞിരിക്കുന്നത് അവർ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഭൂതകാലത്തിലാണ്. വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ? 1 യോഹന്നാൻ 5:12 വായിക്കുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവനുണ്ട്. പുത്രനില്ലാത്തവന് ജീവനില്ല. അവൻ ഇപ്പോഴും ആ മരണത്തിൽ തന്നെയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഇവിടെ വെച്ച് നടക്കണം. മാത്രമല്ല, നമുക്ക് മരണത്തെ ജയിച്ചുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മരണാനന്തര ജീവിതത്തിൽ എന്തെല്ലാമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിളിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത് എത്ര നല്ലതാണ്. അപ്പോൾ നമ്മൾ എത്ര മരിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മൾ നിനയാത്ത നാഴികയിൽ മരണം നമ്മളെ കടന്നു പിടിക്കും. അതിന് പ്രായഭേദമില്ല, സ്ഥലഭേദ വ്യത്യാസങ്ങളില്ല, ഭാഷാ വ്യത്യാസമില്ല, അവൻ ധനികനെന്നോ ദരിദ്രനെന്നുള്ള മാറ്റമില്ല. ആരെയും ഏത് സമയത്തും കടന്നു പിടിക്കും. നമ്മുടെ പ്രിയപ്പെട്ടതിൽ എത്രയോ പേര് വളരെ ചെറുപ്രായത്തിൽ തന്നെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരിക്കൽ നമ്മളും ഈ ലോകത്ത് നിന്ന് മരണം വഴി മാറ്റപ്പെടും. എന്നാൽ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എവിടെ? എനിക്ക് കർത്താവിനോട് കൂടി ആയിരിക്കാൻ കഴിയുമോ? കർത്താവിനോട് കൂടി ആയിരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമ്മളും കർത്താവുമായിട്ടുള്ള ആ ബന്ധം സ്ഥാപിക്കപ്പെടണം. നമുക്ക് ഒരു പൂർണ്ണ പ്രത്യാശയുള്ള ജീവിതം നയിക്കുവാൻ നമുക്കിടയാകണം. ഇന്ന് മരണത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഭയമുണ്ടാകുന്നുണ്ടോ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വിഷയത്തിൽ നല്ല അറിവുള്ളവരായി തീരണം. മരണത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് അവൻ ഒടുക്കത്തെ ശത്രു എന്നാണ്. 1 കൊരിന്ത്യർ 15:26 ഒടുക്കത്തെ ശത്രു. അപ്പോൾ നമുക്ക് ഈ ശത്രുവിന്മേൽ ജയം തരുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയോത്സവമായി ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ വെച്ച് തന്നെ നാം പ്രാപിച്ച് നിത്യജീവനിൽ ഞാൻ ആകുന്നു എന്ന് ഉറപ്പുവരുത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേൾവിക്കാരായ എല്ലാ
പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയാണെന്നതിൽ ഉറപ്പുണ്ടോ? അത് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ? മരണം നമുക്ക് സന്തോഷമേകുന്ന ഒന്നാണോ വ്യക്തിപരമായിട്ട്? അതോ മരണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലാണോ? നിങ്ങൾ ഈ ക്ലാസ്സുകൾ തുടർമാനമായിട്ട് കേൾക്കണേ. നിശ്ചയമായും എനിക്ക് അടുത്ത ദിവസം നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് ദൈവവചനം നൽകുന്ന ഉറപ്പാണ്. ഈ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്. ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയുകയില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഈ കാര്യം തിരുവചനം വളരെ വ്യക്തമായി ഉറപ്പ് നൽകുന്നുണ്ട്. ഇന്ന് നാം മരിച്ചാൽ കർത്താവിനോട് കൂടെ. അപ്പൊ ഇതൊക്കെ വളരെ ഗഹനമായ കാര്യമായതുകൊണ്ടാണ് ഞാനൊരു സ്വല്പം സ്ലോയിൽ പോകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിതെല്ലാം നന്നായി കേട്ട് പഠിച്ച് അനുഭവമുള്ളവരായി ഉറപ്പുള്ളവരായി മരണത്തെ വളരെ സന്തോഷത്തോടെ പുൽകുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. കാരണം ഞാൻ അനേകരുടെ മരണം കണ്ടിട്ടുണ്ട്. ഒരു വളരെ ഭീതിയിൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ സന്തോഷത്തോടെ മരണത്തെ അഭിമുഖീകരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് നിലയിലാണ് മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്താവിഷയം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഈ കാര്യത്തിൽ നല്ല ഉറപ്പ് പ്രാപിക്കണം. ഇത് ഏറ്റവും നമുക്ക് നിത്യതയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഇതിനെ ആരും നിസ്സാരമായി കാണരുതെന്നുള്ള ഒരു വലിയൊരു അപേക്ഷയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് സഹായിച്ചാൽ നാളെ തുടർന്ന് ഇത് കുറേ ദിവസങ്ങൾ ഉണ്ടാവും. അത് തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടെ നിങ്ങൾ അല്പസമയം വേർപെടുത്തി ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളും ഈ ഉറപ്പ് പ്രാപിച്ച് ഈ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി നിത്യജീവനെ പ്രാപിച്ചവരായി നിത്യജീവനിൽ ജീവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ഒരുങ്ങാം. ഇനി കർത്താവ് വേഗം വന്നാൽ നമ്മൾക്ക് മരണം കൂടാതെ നാം രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് ചിന്തിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.